പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുവന്നാളും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. എൻ്റെ പ്രിയ സ്നേഹിതൻ, ക്ലാസ്മേറ്റ്, പ്രിയപ്പെട്ട റോയച്ചൻ, സ്തേഫാനോസ് സഹദായുടെ നാമത്തിലുള്ള കറ്റാനം ദേവാലയത്തിൽ കൂടി വന്നിരിക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, അനുഗ്രഹീതമായ നിങ്ങളുടെ പെരുന്നാളിൽ ഈ ദിവസം ഭാഗവാക്കാകുവാൻ സാധിച്ചതിൽ ദൈവത്തെ അത്യധികമായിട്ട് മഹത്വപ്പെടുത്തുകയാണ്. ഞാനൊരു വെറും ഭംഗിവാക്കായിട്ട് പറയുന്നതല്ല. ഓരോരുത്തർക്കും അവരുടേതായ ആത്മീയ ജീവിതത്തിൽ ചില വ്യക്തികൾ കൂടുതൽ ആത്മീയമായ ഉത്തേജനം നമുക്ക് നൽകും. അങ്ങനെ വ്യക്തിപരമായി ബലഹീനനായി എനിക്ക് ആത്മീയമായി ഉത്തേജനം നൽകിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സ്തേഫാനോസ് സഹദാ. മറ്റൊന്ന് മാർ കുറിയാക്കോസ് സഹദായാണ്. യൂറി സഹദായുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റ് സഹോദരന്മാരാരും ഇവരെക്കാൾ പ്രത്യേകിച്ച് കുറവുള്ളവരോ കൂടിയവരോ എന്നൊന്നുമല്ല. ഓരോരുത്തർക്കും ഓരോ അറ്റാച്ച്മെൻറ്റ് കാണുമല്ലോ, അതുപോലെ സ്പിരിച്വൽ അറ്റാച്ച്മെൻറ്റ്സും ഉണ്ട്. സ്തേഫാനോസ് സഹദാ എന്തോ എങ്ങനെയോ ആ പേരും അദ്ദേഹത്തിൻ്റെ ജീവിത ശുശ്രൂഷകളും അതോടൊപ്പം തന്നെ ആ ശ്രേഷ്ഠമായ രക്തസാക്ഷി മരണവും എന്നെ ഹഠാത് ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെയും മനസ്സിൽ ഉള്ളത് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നാണ്. കാരണം അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് വിധവമാരുടെ മേശകളിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള സമയം അപ്പോസ്തലന്മാർക്ക് ലഭിക്കാഞ്ഞതുകൊണ്ട് മേശകളിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ആത്മാവുള്ള 7 പുരുഷന്മാരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് മേശമേലുള്ള ശുശ്രൂഷ അവർക്കായിട്ട് പ്രത്യേകം നിയോഗിച്ചതിൽ സ്തേഫാനോസ് സഹദാ അതിൽ ശ്രേഷ്ഠനായിരുന്നു. ചെറുപ്പക്കാരനായിരിക്കാനാണ് സാധ്യത. പക്ഷേ പ്രായം ഒരു ഘടകം അല്ല എന്ന് എഫേസ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ 4-ാം അധ്യായം 12-ാം വാക്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്കൊന്ന് പെടുത്തുകയാണ്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തോളവും പ്രാപിക്കുവോളം, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായം പ്രാപിക്കുവോളം. നമ്മൾ ഏത് പ്രായമായിരുന്നാലും നമ്മുടെ പ്രായത്തിൽ കർത്താവുമായിട്ടുള്ള ഒരു സമ്പൂർണത പ്രാപിക്കുക എന്നുള്ളൊരു അവസ്ഥാവിശേഷമുണ്ട്. അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രായവുമായിട്ട് ബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറിയാക്കോസ് സഹദാ മരണം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നറിയാമോ? ആർക്കെങ്കിലും പറയാമോ? കുറിയാക്കോസ് സഹദാ മരണം പ്രാപിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? അതേണ്ട ഈ കുഞ്ഞിൻ്റെ പ്രായമേ ഉണ്ടായിരുന്നു. അവൻ അതിലും മൂത്തതാണ്, ഇല്ലയോ? നിനക്ക് എത്ര വയസ്സായി മോനെ? എത്ര? 7? എൻ്റെ ദൈവമേ, എല്ലാം കഴിക്കണം കേട്ടോ. ആ, കുറിയാക്കോസ് സഹദായ്ക്ക് 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ 3 വയസ്സിൽ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിലേക്ക് അവനെത്തി. നമുക്ക് 50 വയസ്സായിട്ടിലും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ 1 വയസ്സ് പോലും ആയിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ഈ കുഞ്ഞു അവസ്ഥാ അന്തരങ്ങളിൽ കഴിയുകയാണ്. ആത്മീയതയിലൊരു വളർച്ച. പരിശുദ്ധ മാമോദീസായിൽ അതിൻ്റെ വിത്തിട്ടു. പരിശുദ്ധാത്മാവാകുന്ന വിത്ത് അതവിടെ അങ്ങനെ കിടക്കുകയാണ്. വളർന്നില്ല എന്നെങ്ങനെയാണ് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത്?
വളർന്നോ എന്നെങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുന്നത്? നമ്മുടെ ആത്മീയമായുള്ള വ്യാപാരത്തിൽ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ മതി. അങ്ങനെ ശോധന ചെയ്യണമെങ്കിൽ തന്നെത്താൻ ശോധന ചെയ്യാൻ പറ്റില്ല. നമ്മളെ തന്നെ സ്വയമായിട്ട് ശോധന ചെയ്താൽ നമ്മളുടെ ഈ സ്വാർത്ഥമായ താല്പര്യങ്ങൾ പൊന്തി വരും. അതുകൊണ്ട് ആരും അറിയാതെ കർത്തൃസന്നിധിയിൽ ഇരുന്ന് വേണം ശോധന ചെയ്യാൻ. ആരും അറിയരുത്. ഭർത്താവ് ഭാര്യ അറിയാതെ, ഭാര്യ ഭർത്താവ് അറിയാതെ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ഇരിക്കണം. അത് ലോകം ഉറങ്ങുന്ന സമയത്താണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ നമ്മൾ മനസ്സിലാവും നമ്മുടെ പ്രായം എത്ര ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ ശരീരത്തിൻ്റെ പ്രായം മൂത്ത് ഈ ശരീരം ദ്രവിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിൻ്റെ സമ്പൂർണതയിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നമ്മൾ നടത്താറുണ്ടോ? നമ്മൾ ശ്രമം നടത്തിയാലൊന്നും അത് വരില്ല. കർത്താവ് നമ്മളുടെ മേൽ കൃപ തരുമ്പോൾ നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. ചേർന്നിരിക്കുമ്പോൾ അങ്ങനെ ആയിത്തീരുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, കാന്തത്തിനോട് ഇരുമ്പ് അടുത്തടുത്തേക്ക് വരുമ്പോൾ ഇരുമ്പ് അതിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിൽ തൊട്ട് കഴിയുമ്പോൾ ആ കാന്തത്തിൻ്റെ മാന്ത്രിക ശക്തി ഇരുമ്പിലേക്ക് വ്യാപരിക്കപ്പെടുകയും ചെയ്യും. തൊട്ടാലേ ശക്തി വരത്തുള്ളൂ, തൊട്ടില്ലെങ്കിൽ ശക്തി വരത്തില്ല. ആകർഷിക്കും. ആ ഇരുമ്പ് എന്ന് അത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഇരുമ്പ് എന്തായിട്ട് മാറും? കാന്തമായിട്ട് മാറും. ടച്ച് വിട്ട് കഴിഞ്ഞാൽ അത് പിന്നെയും ഇരുമ്പ് തന്നെയാണ്. പഴയ നിയമത്തിലെ ദൈവസങ്കല്പത്തിൽ നിന്നും, യഹോവ സങ്കല്പത്തിൽ നിന്നും, സങ്കല്പം എന്ന് പറഞ്ഞാൽ അവർ ആരാധിച്ചിരുന്ന ദൈവത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നിയമത്തിൽ കർത്താവ് ദൈവത്തെ തൊട്ട് അറിയുവാനുള്ള എല്ലാ സാധ്യതയും നമുക്കൊരുക്കി തന്നിട്ടുണ്ട്. തൊട്ടറിയാം, ടച്ച് ഹിം ആൻഡ് ഫീൽ ഹിം. അത് കർത്താവ് തൻ്റെ ശരീരം നമുക്ക് തന്ന് അവനെ സ്പർശിക്കുവാനും അവനെ അനുഭവിക്കുവാനും ഉള്ള സാധ്യത നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. പഴയ നിയമത്തിൽ അതില്ല. പഴയ നിയമത്തിൽ പേടിയാണ്. നിങ്ങൾക്ക് എടുക്കാമോ? എബ്രായ ലേഖനം എടുക്കാമോ? നിങ്ങളെ കൊണ്ട് വായിപ്പിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ അത്രയും ദൂരെ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇനി വരെ കേൾക്കുവാനുള്ള സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് വായിച്ച് കേൾപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിക്കാം. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ആ വേദപുസ്തകത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. വേദപുസ്തകം കൊണ്ടുവരണമായിരുന്നു എന്ന് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ എവിടെ പോയാലും ഇങ്ങനെ പറഞ്ഞ് ഞാൻ മടുത്തു. അതുകൊണ്ട് ഞാൻ ഇനി അത് പറയുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം നമ്മളൊരു ധ്യാനത്തിന് വരുമ്പോൾ നമ്മൾ എന്താണ് ധ്യാനിക്കുന്നത്? വചനമാണ് ധ്യാനിക്കുന്നത്. ദൈവവചനം ധ്യാനിക്കുമ്പോൾ ദൈവവചനം നമ്മുടെ കയ്യിലുണ്ടാകണം. അതിന് നാണക്കേട് വിചാരിക്കരുത്. എന്നെയും എൻ്റെ ഡാഷിനെയും കുറിച്ച് നാണിച്ചാൽ മനുഷ്യപുത്രൻ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെക്കുറിച്ചും നാണിക്കും. എന്നെയും എൻ്റെ വചനങ്ങളെയും. ദൈവിക വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതിൻ്റെ അടയാളമായി നമ്മൾ ഈ വചനം നമ്മൾ ആവശ്യമുള്ളിടത്ത് നെഞ്ചോട് ചേർത്ത് കൊണ്ട് തന്നെ നടക്കണം. നമുക്കെന്തോ ഭയങ്കര ഒരു നാണക്കേട് പോലോ അല്ലെങ്കിൽ ഒരു ഭാരം പോലോ ഒക്കെയാണ്. പോകട്ടെ, നമുക്ക് വായിക്കാം. ഇപ്പം കയ്യിലുണ്ടായിരുന്നെ നിങ്ങൾക്ക് അതിൽ നോക്കിയിരിക്കാമായിരുന്നുവല്ലോ. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിനെ ദൈവവചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ കണ്ണിന് ശോഭ വരുത്തും. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ അപ്പോസ്തല പ്രവർത്തികളിൽ ഇന്ന് നിങ്ങൾ വായിച്ച 6-ാം അധ്യായത്തിലെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് എബ്രായ ലേഖനം 12-18 പോകാം. കണ്ണിന് ശോഭ വരുത്തും. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ സ്തേഫാനോസ് സഹദായുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എന്താണ് കണ്ടത്? ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. കർത്താവിനെ നോക്കുന്ന മുഖത്തേൽ നോക്കിയപ്പോൾ അവരുടെ മുഖം പ്രകാശിതമായിരിക്കും. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ വചനത്തിലോട്ട് നോക്കുമ്പോൾ
നിങ്ങൾ യഥാർത്ഥത്തിൽ അതിനെ സ്വീകരിക്കുവാനായിട്ടാണ് നോക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറും. അതങ്ങനെ സ്വീകരിക്കുവാനായിട്ട് നോക്കുന്നെങ്കിൽ മാത്രമേ കയറത്തുള്ളൂ, അല്ലെങ്കിൽ കയറത്തില്ല. വെറുതെ നോക്കിയാൽ കയറത്തില്ല, വെറുതെ കൊണ്ടു നടന്നാലും കയറത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കർത്താവിനെ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത്, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, കർത്താവിനെ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് കയ്യിലോട്ട് ആണിയടിക്കുന്ന രംഗം നിങ്ങളൊന്ന് മനസ്സിൽ ധ്യാനിക്കുക, അല്ലെങ്കിൽ കാലിലോട്ട് ആണിയടിക്കുന്ന രംഗം നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിക്കുക. നിങ്ങൾ അറവുശാലകൾ കണ്ടിട്ടുണ്ടോ? അറവുശാലകളിൽ ഇപ്പോൾ കോഴിയെ കീറുന്ന സമയത്ത് അവരുടെ ദേഹത്ത് രക്തം തെറിക്കും. കോഴിയുടെ രക്തം തെറിക്കും, ഇല്ലേ? തെറിക്കും, ഒരു സംശയം വേണ്ട. കർത്താവിൻ്റെ കയ്യിൽ ആണി അടിച്ച ആ പടയാളികളുടെ മുഖത്തും കയ്യിലും തീർച്ചയായിട്ടും കർത്താവിൻ്റെ രക്തം തെറിച്ചിട്ടുണ്ടാവും, ഇല്ലേ? അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ലല്ലേ? ആ കുരിശിനെ ധ്യാനിക്കണം, അന്നേരം ഇതൊക്കെ കയറി വരും. പരിശുദ്ധാത്മാവ് ഇതെല്ലാം പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും വേദപുസ്തകത്തിൽ നിന്ന് കിട്ടത്തില്ല. ഇത് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്ന് നേടിയെടുക്കുന്നതാണ്. അത് കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് കർത്താവ് അതേ കയറി കിടക്കുകയാണ്. കർത്താവ് തന്നെയാണ് കയറി കിടന്നത് കേട്ടോ. ആരും പിടിച്ച് വലിച്ചങ്ങോട്ട് ഇട്ടിട്ടില്ല. താൻ തന്നെ ബലിയായി തീരുവാൻ വേണ്ടി അവൻ തന്നെ അതിൽ കിടന്നു കൊടുക്കുകയാണ്. അപ്പോൾ കൈ വലിച്ച് പിടിച്ചിട്ട് ആ കയ്യിൽ ആണിയടിക്കുകയാണ്. ആണിയടിക്കുമ്പോൾ തീർച്ചയായിട്ടും, പ്രത്യേകിച്ചും അടിച്ചത് ഏത് ഭാഗത്താണ്? ഇവിടെയാണ് അടിക്കുന്നത് കേട്ടോ. കൈ തണ്ടയിൽ ഇവിടെയല്ല, ഈ ഭാഗത്താണ് അടിക്കുന്നത്. ചിത്രകാരന്മാർ അങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത് എന്നതേ ഉള്ളൂ. അടിക്കുന്നത് ഇവിടെയാണ്. കാരണം ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോകും. കാരണം വെയിറ്റുള്ള ബോഡിയാണ്. ബോഡിയുടെ വെയിറ്റ് ഈ കൈ പൊത്ത താങ്ങില്ല. ഇവിടെ ആണെങ്കിൽ ഒരു ഗുണം, 2 എല്ലുകളുണ്ട് ഇവിടെ. ഈ 2 എല്ലിൻ്റെ ഇടയ്ക്കൂടെയാണ് അടിക്കുന്നത്. കാരണം വലിഞ്ഞു കിടക്കുമ്പോൾ ഈ എല്ലിലാണ് ആണി താങ്ങുന്നത്. നിങ്ങൾ ആ വേദന നമുക്കൊന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. അത് വേറെ കാര്യം, പോട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം, ഈ ആണി അടിക്കുമ്പോൾ അടിച്ചവൻ്റെ മുഖത്തേക്ക് രക്തം തെറിക്കും. കാരണം ഞരമ്പുകൾ ഒരുപാട് സംഗമിക്കുന്ന ഭാഗമാണിത്, അറിയാമല്ലോ, ഈ ഭാഗം. കാരണം ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർ കട്ട് ചെയ്യുന്ന ഈ ഭാഗമാണ്. ഇവിടെ നിന്ന് രക്തം ചീറ്റും. അപ്പോൾ ഇവിടേക്ക് ആണി അടിക്കുമ്പോൾ രക്തം ചീറ്റും. ഈ ആണി അടിച്ചവൻ്റെ മുഖത്തും കയ്യിലും തീർച്ചയായിട്ടും രക്തം ചീറ്റിട്ടുണ്ടാവും. പക്ഷേ അവന് അനുതാപം ഉണ്ടായില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ അവന് അനുതാപം ഉണ്ടായില്ല. കാരണം രക്തം പറ്റി എന്നുള്ളതേ ഉള്ളൂ, അവനത് സ്വീകരിച്ചില്ല. മനസ്സിലായോ? അപ്പോൾ വിശുദ്ധ കുർബാന എടുത്തു, അനുഭവിച്ചു, കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമാകത്തില്ല. അത് ഉള്ളിൽ അത് ആ കർത്താവിൻ്റെ ആ മുഴുവൻ രക്ഷാപ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മുടെ ആത്മാവിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് അത് കയറി വരുമ്പോഴാണ് അത് നമ്മുടെ ഉള്ളിൽ അത് പതിയുന്നത്, അല്ലെങ്കിൽ സ്വീകാര്യമാകുന്നത്. അല്ലെങ്കിൽ അത് സ്വീകാര്യമാകില്ല. പടയാളികളുടെ ദേഹത്തെല്ലാം രക്തം ചീറ്റി അവിടെ പതിച്ചു കാണും, അവരുടെ ദേഹത്തെല്ലാം തെറിച്ച് കാണും. എന്നാൽ കുന്തം കൊട്ടി കുത്തിയ ശതാധിപന്റെ കണ്ണിൽമേൽ രക്തം ചീറ്റിയടിച്ചപ്പോൾ അവനെന്തോ പെട്ടെന്ന് അനുതാപം വന്നിട്ട് ഇവൻ സാക്ഷാൽ ദൈവത്തിനാകുന്നു ഏറ്റു പറഞ്ഞപ്പോൾ ആ പതിച്ച രക്തം അവന് പാപപരിഹാരവും സൗഖ്യവുമായിട്ട് തീർന്നു. അതാണ്. അപ്പോൾ നമ്മൾ ഈ വചനത്തിലോട്ട് നോക്കുമ്പോൾ അത് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ അത് നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞ് അതിൻ്റെ പ്രയോജനം വരത്തുള്ളൂ. കേൾവി മാത്രം പോരാ. നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളും ഇതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമ്മളൊരു വേദപുസ്തകം നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലാണ് അത് കൊണ്ട് നടക്കുന്നത്. എങ്കിലും നമ്മളതിനെ സ്പർശിക്കുന്നുണ്ട്. നമ്മൾ അതിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് അതിന്മേൽ പതിയുന്നുണ്ട്. നമ്മൾ വായിക്കുന്നത് നമ്മൾ തന്നെ കേട്ടുകൊണ്ട് നമ്മളുടെ ചെവിയെ നമ്മളതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. നമ്മളതിനെ മുത്തി അതിൻ്റെ ഗന്ധം ആസ്വദിക്കുന്നുണ്ട്. അതായത് പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ, കണ്ണ്, മൂക്ക്, നാക്ക്, യഹോവയുടെ വചനത്തെ രുചിച്ചറിയുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ വചനത്തെ നമ്മൾ സൂക്ഷ്മതയോടെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യണം. നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളത് കൊണ്ടു നടക്കും. നമ്മുടെ ഹൃദയത്തിലും കൊണ്ടു നടക്കും, അല്ലാതെയും കൊണ്ടു നടക്കും.
അപ്പോൾ നിങ്ങളിത് നോക്കി വായിക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം അതാ, നിങ്ങളുടെ ഉള്ളിലേക്ക് അത് സ്പർശിക്കുവാൻ വേണ്ടിയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 18-ാം വാക്യം ഞാൻ വായിക്കാം. അതിപ്രകാരമാണ്: സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുക്കലേക്കല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാനിതെന്ത് പറയാനാണ് ഈ വാക്യം വായിക്കുന്നതെന്നറിയാമോ? കർത്താവിനെ നമുക്കിപ്പോൾ സ്പർശിക്കാം. പഴയ നിയമത്തിൽ ഇത് സാധ്യമല്ലായിരുന്നു. ആ കാര്യമാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ വന്നിരിക്കുന്നത് സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൊടുങ്കാറ്റ്, കൂരിട്ട്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുക്കലേക്കല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ എവിടെയാണ് വന്നിരിക്കുന്നത്? വീണ്ടും പറയാണ്, ആ അവസ്ഥയെപ്പറ്റി പറയുന്നത്, ആ ശബ്ദം കേട്ടവർ ഇനിയും തങ്ങളോടൊന്നും പറയരുതേ എന്ന് പറഞ്ഞു. ഏത് ശബ്ദം കേട്ടവർ? സീനായ് മലയിലെ ഇടിനാദം കേട്ടവർ പറഞ്ഞു, ഇനി ഞങ്ങളോടൊന്നും പറയരുത്, ഇനിയൊന്നും കേൾക്കാൻ ഞങ്ങൾ പറ്റത്തില്ല, ഞങ്ങളുടെ ചെവി ഞങ്ങൾ താങ്ങില്ല, ഈ ശബ്ദം ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല, അസഹനീയമാണ്. മാത്രമല്ല, പ്രമാണം ഇപ്രകാരമാണ്: ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളത് അവർക്ക് അസഹനീയമായിരുന്നു. ആർക്കും അടുത്തു വരാൻ പറ്റില്ല. സീനായ പർവ്വതത്തിലേക്ക് ദൈവം അനുവദിച്ചിട്ടുള്ള മോശയ്ക്കല്ലാതെ ആർക്കും അങ്ങോട്ട് അടുത്തു വരാൻ പറ്റത്തില്ല. അഹറോനെ പോലും സമ്മതിച്ചിട്ടില്ല. മോശ പോലും അത്യന്തം ഭയപ്പെട്ടുപോയി. മോശ എന്താണ് പറയുന്നത്? ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പർവ്വതത്തിൽ തീ കത്തുകയാണ്, ആർക്കും സമീപിച്ചുകൂടാ. കർത്താവ് ഇങ്ങോട്ട് വന്നു, ഓടി വന്ന് നമ്മളെ ആലിംഗനം ചെയ്യുകയാണ്, കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, മക്കളെ എൻ്റെ അടുത്തേക്ക് വരുവീൻ. ശിശുക്കളെയൊക്കെ മാറോട് ചേർത്തണച്ച് നിർത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, അടുക്കിലേക്ക് വരും. കം ക്ലോസ് ടു മീ. ഇതാണ് പറയുന്നത്, അടുക്കൽ വരണം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, അടുക്കൽ വന്നാലേ നമുക്ക് ഒരു ഇന്ദ്രിയത്തിൻ്റെ അനുഭവം കിട്ടത്തുള്ളൂ. അത് ഏതിൻ്റെയാണെന്നറിയാമോ? പ്രത്യേകിച്ച് 2 ഇന്ദ്രിയങ്ങൾ. 5 ഇന്ദ്രിയങ്ങളാണല്ലോ. ഏതൊക്കെയാണ്? കണ്ണുണ്ട്, നാക്കുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, ത്വക്കുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ദൂരത്തിരുന്നാലും ഈ ഉച്ചഭാഷണി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. അടുത്ത് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടോ? നിർബന്ധമില്ല. ദൂരത്തിരുന്ന് എന്നെ കാണാം, അല്ലേ? കാണാം. പക്ഷേ ഞാൻ എൻ്റെ കുപ്പായത്തിൽ അല്പ സുഗന്ധം പൂശിയിട്ടുണ്ട്. നിങ്ങൾ കിട്ടുന്നുണ്ടോ? അത് കിട്ടണമെന്ന് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ വരണം, അടുത്ത് വന്നാലേ അത് കിട്ടത്തുള്ളൂ. കർത്താവിന് അങ്ങനെ ഒരു ഗന്ധമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇത് നമുക്ക് അപ്രാപ്യമായ കാര്യമൊന്നുമല്ല. അത് നമ്മളുടെ അകത്തെ ഘ്രാണശക്തിയിൽ അകത്തൊരു മൂക്കത് പ്രവർത്തിക്കുമ്പോൾ ഈ ഗന്ധം വരും. അങ്ങനെ ഗന്ധം കിട്ടിയ പിതാക്കന്മാർ എഴുതിയ ഒരു ഗീതമാണ് നിൻമുറിവുകളി നേറ്റേൻ മൂറോൻ മണമെന്നാഥ. ഇത് ആലങ്കാരിക ഭാഷയൊന്നുമല്ല കേട്ടോ. വെറുതെ ചുമ്മാ ഇരുന്നിട്ട് ഒരു മണം ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈൻ എഴുതി വെച്ചതല്ല. അത് കിട്ടിയിട്ട് എഴുതിയതാണ്. നിന്നധരങ്ങളഹോ പട്ടിൻ നൂലോടൊത്തുള്ളു കാൺമാൻ വന്നോൻ എന്നെ ഭടർ ചുറ്റി ഗോകുൽത്തായിക്കവരെ വിട്ടോർ. കാൺമാൻ വന്നോൻ എന്നെ ഭടർ ചുറ്റി. കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഒത്തിരി പേര് നിങ്ങളെ തടസ്സപ്പെടുത്തും. പക്ഷെ അവരെല്ലാം വിട്ട് ഞാൻ എങ്ങോട്ടോടി? ഗോകുൽത്തായിലേക്ക് ഓടി. കാരണം എനിക്ക് ആ മണം വേണം. അതെവിടുന്ന് കിട്ടി? നിൻമുറിവുകളി നേറ്റേൻ മൂറോൻ മണമെന്നാഥ. അപ്പോൾ കാൺമാൻ വന്നോർ എന്നെ പടർ ചുറ്റി ഗോകുൽത്തായയിലേക്ക് അവരെ ഞാൻ വിട്ടോടി. എന്തിനാണ്? നിന്മാറു തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാലടിയാരെ കാക്കും
നാഥനായി സ്തോത്രം ഹല്ലേലൂയ. അട്ടഹസിക്കുന്നു. എന്താണ് എല്ലാവരും വായും പൂട്ടി ഇരുന്നത്? എന്താണ് ഇരുന്നത്? അച്ഛൻ തുമ്പേ ഒരു പാട്ട് പാടിയല്ലോ, പെന്തിക്കോസ്ത് നാളിൽ എന്ന് പാടഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഉച്ചത്തിൽ പാടുന്ന കേട്ടല്ലോ. ഇതെന്താ പാടാഞ്ഞേ? ഇത് നമ്മുടെ ഒരു വലിയ മൂല്യച്യുതിയാണ്. സത്ത തിരിച്ചറിയുന്നില്ല. പുറമെ മോടിയിലെല്ലാം കിടന്ന് കടിപിടി കൂടുകയാണ്. പുറം മോടിയിൽ വലിയ താല്പര്യമാണ്, സത്ത തിരിച്ചറിയുന്നില്ല. പോട്ടെ. എബ്രായ ലേഖനം 12 അധ്യായം 18 വാക്യത്തിൽ സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും കൊടുങ്കാറ്റ്, മേഘതമസ്, വാക്കുള്ള ശബ്ദം എന്നിവയുടെ അടുക്കലേക്കല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളത് അവർക്ക് അസഹനീയമായിരുന്നു. ആ വാക്ക് കേട്ടവരെല്ലാം ഭയപ്പെട്ടുപോയി. താൻ അത്യന്തം പേടിച്ചു പറയ്ക്കുമെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. എന്നിട്ട് പൗലോസ്ലീഹ പറയാണ്, പിന്നെയോ നിങ്ങൾ വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിലേക്കും. ഇതെല്ലാം ആത്മീയമായ പർവ്വതങ്ങളാണ്. ഇനിയും കേട്ടോ, ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ ബലിപീഠം നിങ്ങളുടെ സിയോൻ പർവ്വതമാണ്. സീനായിഗിരി, ഈജിപ്തിലുണ്ടായിരുന്ന ആ മല തീ ഇറങ്ങി അവിടെ ആവശ്യിച്ചെങ്കിൽ കർത്താവാകുന്ന അഗ്നി ഈ ബലിപീഠത്തിന്മേൽ ആവശ്യിക്കുമ്പോൾ നിങ്ങളുടെ സീനായ് മല ഈ ബലിപീഠമാണ്. അവിടേക്ക് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടെന്ന്, മാറി നിൽക്കണ്ടെന്ന്. പിന്നെയോ സിയോൻ പർവ്വതത്തിലേക്കും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും. പഴയ നിയമത്തിലെ യെരൂശലേമല്ല, ഇപ്പോൾ ആ പരിശുദ്ധ മദ്ബഹായും ഈ ദേവാലയവും സ്വർഗീയ യെരൂശലേമാണ്. അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും. നിങ്ങളാ ചിത്രം ഒന്ന് മനസ്സിൽ കാണണം. അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും. വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ പള്ളിയിലെ ഓഫീസുകാരെ ആലോചിച്ചുകൊണ്ട് നിൽക്കരുത്. മർത്തമറിയ സമാജത്തിൽ ഇന്ന് എന്താണ് ഞങ്ങൾ കറിയും കൂട്ടാനും വയ്ക്കുന്നതെന്ന് ചിന്തിച്ച് നിൽക്കരുത്. യൂത്ത് ലീഗിൽ ഇന്ന് ഏതെല്ലാം വീട്ടിൽ കരോൾ ഇറങ്ങണമെന്നുള്ള ആലോചനയിൽ നിൽക്കരുത്. സൺഡേ സ്കൂളിൽ എൻ്റെ കുഞ്ഞിനെ ഫസ്റ്റ് പ്രൈസ് കിട്ടുമോ ഇല്ലയോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കരുത്. ഇതൊന്നും നിങ്ങളുടെ വിഷയമല്ല. അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും. അതിൽ പെടുന്നതാണ് സ്തേഫാനോസ് സഹദ. സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും, എല്ലാത്തിൻ്റെയും ദൈവമായ ന്യായാധിപതിക്കും, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അടുക്കലാണ്, വെരി നിയർ. അവിടെ നിങ്ങളുടെ സർവ്വ ഇന്ദ്രിയങ്ങളും ആക്ടിവേറ്റ് ആക്കാം. സീനാമലയിൽ അത് നടപ്പില്ല. അവിടെ മാറിയിക്കാൻ പറയും. ഞാൻ പറയുന്നവൻ വന്നാൽ മതി. യഹോവ അങ്ങനെയാണ് പറയുന്നത്, കർത്താവ് അങ്ങനല്ല പറയുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവസങ്കല്പം മുഴുവൻ തുടച്ചു നീക്കിയിട്ട് പിതാവ് നിങ്ങളുടെ കൂടെ, പുത്രൻ നിങ്ങളോട് കൂടെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ എപ്പോഴും സദാസമയവും. ആ ബോധ്യത്തിലേക്കാണ് വിശുദ്ധ ആരാധനയിൽ, അത് വിശുദ്ധ ആരാധനയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് തെളിഞ്ഞ നിറവായി വരുന്നത്. അച്ഛൻ സൂചിപ്പിച്ചു, അനേകർ ഇവിടെ സ്തേഫാനോസായ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന്. എന്തിനാണ് ഈ സ്വപ്നം കാണാൻ പോകുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് സ്വപ്നം കണ്ടവരെ സ്വപ്നം കാണരുതെന്ന് പറയാനല്ല, എല്ലാവർക്കും സ്തേഫാനോസായെ കാണാം. കാരണം നിങ്ങൾ നിൽക്കുന്നത് അവരുടെ ഇടയിലാണ്. പക്ഷേ ഒരു സംഗതിയുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ സംഗതി എന്താണ്? അത് ഏറ്റെടുക്കണം. രക്തം ദേഹത്ത് തെറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ രക്തത്തിന്റെ പവർ കയറത്തില്ല. അത് ഏറ്റെടുക്കണം. വിശ്വാസത്തോടെ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഈ സ്വർഗീയ ആരാധനയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കൂ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ എങ്ങും നിങ്ങൾ പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഇതിൽ ശ്രേഷ്ഠമായത് വേറൊന്ന് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചതാ. ഇത് അതിശ്രേഷ്ഠമായ ഒരു അവസ്ഥ വിശേഷമാണ്.
സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിവാദന്മാരുടെ സംഘത്തിന് മധ്യത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവിടെ കുറിയാക്കോ സാദ, സേഫാനോ സാദ, ഗീറി സാദ, 40 സാധയന്മാരെ, സാധേരായ കുഞ്ഞുങ്ങള് പരിമലത്തിനും ഇനി ഇങ്ങനെ ആദിയായ വിശുദ്ധന്മാരുടെ എല്ലാം സർവ്വസംഘത്തിനും ഇടയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്, വേറൊരിടത്തല്ല. അവരെല്ലാവരും ഇവിടെയുണ്ട്. പക്ഷെ അവരുടെ സാന്നിധ്യം നമുക്ക് ആ ആത്മാവിൽ ശക്തമായി ബോധ്യപ്പെടും. ഇത് ഹാലൂസിനേഷൻ അല്ല, ഹാലൂസിനേഷനേ അല്ല. ഞാൻ അങ്ങനെ കുറെ കാലം ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്, ശരിക്കും ഇത് വല്ല എനിക്ക് തലയ്ക്ക് വല്ല അസുഖം വന്നതാണോ അതോ എനിക്ക് തോന്നുന്നതാണോ? കാരണം ഈ വിശുദ്ധന്മാരുടെ പ്രസൻസ് അനുഭവപ്പെടുമ്പോഴേ, മാതാവിൻ്റെ നമുക്ക് ഏത് വിശുദ്ധന്റെ പ്രസൻസ് വേണമെന്നുണ്ടെങ്കിലും ആ വിശുദ്ധൻ ആരാധനയിൽ നമ്മളോടുകൂടെ വന്ന് നിൽക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം അവിടെ എഴുന്നള്ളിക്കുന്നത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാണ്. മാലാഖമാർ നോക്കി വിറയ്ക്കുന്നതാണ്, അല്ലല്ലേ നമ്മൾ പാടുന്നത്? അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു, ആരെ മിന്നൽ ഉടുത്തോർന്നോക്കുകിൽ എരിയുന്നോടനെ, അവനെ മൺമയ ഭക്ഷിച്ചു മുഖം തെളിയുന്നേറ്റം. അവനെ മൺമയർ ഭക്ഷിച്ച് എന്ത് ചെയ്തു? മുഖം തെളിഞ്ഞു. ഇനി നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വന്നേ, ഒന്നും കൂടെ വായിക്കാം. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ആരെ മിന്നലോടൊത്തോർന്നോക്കുകിൽ എരിയുന്നോടനെ, അവനെ മൺമയ ഭക്ഷിച്ചു മുഖം തെളിയുന്നേറ്റം. എങ്ങനെ തെളിയും? അവനെ ഭക്ഷിച്ച് എന്ന് പറഞ്ഞാൽ അവനെ ടച്ച് ചെയ്ത്. ഈ സ്തെഫാനോസ് അതാ മേശമേൽ ശുശ്രൂഷിക്കുന്ന ഷമ്മാശനായിരുന്നു. ഷമ്മാശൻ പൗരോഹിത്യത്തിലെ ഏറ്റവും താണാവസ്ഥയാണ്. താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് അതൊരു അധികാര സ്ഥാനത്തിന്റെ ഓർഡർ എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ കഷ്ടാനുഭാഴ്ച ഗോകുൽത്ത പള്ളിയുടെ മധ്യേ വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ കഷ്ടാനുഭാഴ്ച ഗോകുൽത്ത കറുത്ത തുണിയൊക്കെ ഇട്ട് ഈ ഹൈക്കലയുടെ മധ്യേ വയ്ക്കുമ്പോൾ ആ കുരിശിൽ ഒരു കെട്ട് കെട്ടിയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അതെങ്ങനെയാണ് കെട്ടുന്നത്? ഇങ്ങനെ ക്രോസ് പോലെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കും അല്ലേ? ഈ കെട്ട് പട്ടംകൊടയിലുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടില്ലായിരിക്കാം. അതൊരു പട്ടംകൊടയുടെ ഒരു ക്രമമാണ്. അതങ്ങനെ കെട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ പട്ടംകൊടയിൽ ഷമ്മാശനാകുക എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണ ഷമ്മാശനെയാണ്. സത്യത്തിൽ നമ്മൾ ഈ ഷമ്മാശന്മാരായിട്ട് ദേവാലയത്തിൽ വരുന്നവരൊന്നും പൂർണ്ണ ഷമ്മാശന്മാരല്ല. കാരണം പൂർണ്ണനായാൽ പിന്നെ സഭയുടെ ഡിസിപ്ലിൻ അനുസരിച്ച് വിവാഹം കഴിക്കുവാൻ സാധ്യമല്ല. കാരണം പൂർണ്ണനായി കഴിഞ്ഞാൽ കശീശ പോലെയാണ്. കശീശ എന്ന് പറഞ്ഞാൽ പട്ടക്കാരൻ ചെയ്യുന്ന ചില കർമ്മങ്ങളൊക്കെ പൂർണ്ണ ഷമ്മാശന് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഏവെങ്കിലും വായിക്കാം, വിശുദ്ധ കുർബാന കൊടുക്കാം, അങ്ങനെയുള്ള ചില കർമ്മങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഒരു പൂർണ്ണ ഷമ്മാശൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്നത് വൈദികരുടെ ശവസംസ്കാര ശുശ്രൂഷയാണ്. എന്നാൽ നമ്മൾ ഈ സാധാരണ കാണുന്ന ഷമ്മാശന്മാർ മരിക്കുകയാണെങ്കിൽ, അതായത് പൂർണ്ണനാകുന്നതിന് മുമ്പ് മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ സാധാരണ
പുരുഷന്മാരുടെ ശവസംസ്കാര ക്രമമാണ് നടത്തുന്നത്. വിവാഹ ശുശ്രൂഷ എന്ന് പറയുന്നത് ഷമ്മാശന്മാർക്ക് പ്രത്യേകമൊന്നുമില്ല. കാരണം അവർ ഷമ്മാശന്മാരായില്ല. അതുകൊണ്ട് തന്നെ അവരെ പറയുന്ന യൗപ്പദോക്യോനർ എന്നാണ്. എന്ന് പറഞ്ഞാൽ വാതിൽ കാവൽക്കാരൻ. അതായത് പൂർണ്ണ തൊട്ട് കീഴെയുള്ള പട്ടമാണ്. അതിങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഊറാറ ഇടുന്നത് നോക്കുന്നതനുസരിച്ചാണ് ഇത് മനസ്സിലാകുന്നത്. ഊറാറ ഇങ്ങനെ സാരി പോലെ ഇടുന്നത് കണ്ടിട്ടുണ്ടോ? സാരി പോലെ. അത് 5-ാം പട്ടമാണ്. 5-ാം പട്ടം. 6-ാം പട്ടമാണ് പൂർണ്ണശമ്മാശൻ. പിന്നെ 7-ാമത്തെ പട്ടമാണ് കശീശ. അതോടെ പട്ടം കൂടെ കഴിഞ്ഞു. ബാക്കിയെല്ലാം സ്ഥാനങ്ങളാണ്. റമ്പാൻ സ്ഥാനം, മെത്രാപ്പോലിത്ത സ്ഥാനം. പൗരോഹിത്യ കർമ്മം പട്ടക്കാരനിൽ കശീശ എന്നുള്ള പേരിൽ പൗരോഹിത്യ നൽവരം അവിടെ പൂർത്തീകരിക്കുകയാണ്. കാരണം മെത്രാപ്പോലിത്തമാർക്ക് പ്രത്യേകമായി അനുവദിച്ചിട്ടുള്ളത് പള്ളി കൂദാശ, മൂറോൻ കൂദാശ മുതലായ പ്രത്യേക ശുശ്രൂഷകളാണ്. വിശുദ്ധ കുർബാന പട്ടം കിട്ടിയ എല്ലാവർക്കും, അതായത് കശീശ സ്ഥാനം കിട്ടിയ എല്ലാവർക്കും ചൊല്ലാം. അപ്പോൾ ഈ സാരി പോലെ ഇടുന്നതാണ് യൗപ്പദോക്യോനോ. അതിനും കീഴെയുള്ള ഒരു പട്ടമാണ് കോറുയോ എന്ന് പറയും. കോറുയോ മനസ്സിലായോ? ഈ കോറുയോക്കാരിടുന്നതാണ് ഇങ്ങനെ ക്രോസ് ആയിട്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സഭയിൽ അങ്ങനെ അധികം കോറുയോക്കാരില്ല. കാരണം ആദ്യം ഷമ്മാശൻ പട്ടം കൊടുക്കുക എന്ന് പറഞ്ഞ് പട്ടം കൂടെ ശുശ്രൂഷയിൽ 5-ാം പട്ടം വരെ കൊടുത്തങ്ങ് നിർത്തും. അതിൽ കോറുയോ ഉണ്ട്. കോറുയോ കഴിഞ്ഞ് 5-ാം പട്ടം കൊടുത്ത് നിർത്തും. എന്നിട്ട് വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വിവാഹം കഴിക്കാം. വിവാഹം കഴിച്ചതിന് ശേഷം മാത്രമേ പൂർണ്ണശമ്മാശ പട്ടം കൊടുക്കുകയുള്ളൂ. പൂർണ്ണശമ്മാശനായാൽ പിന്നെ വിവാഹം കഴിക്കാൻ സഭ അനുവദിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ യൗപ്പദോക്യോനിലും താഴെയാണ് കോറുയോ. ഇനിയും ഈ കുരിശിൽ, അതായത് കഷ്ടാനുവാഴ്ച നിങ്ങൾ വയ്ക്കുന്ന കുരിശിൽ കെട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ കോറുയോ പട്ടത്തിന് കെട്ടുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവ്, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലുണ്ട്, ആണയുടെ വചനത്താൽ എന്നേക്കും തികഞ്ഞ മനുഷ്യപുത്രനെ, കർത്താവിൻ്റെ ആ വലിയ ആണയുടെ വചനം എന്ന് പറഞ്ഞാൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി എന്ന് പറയുന്ന ആണയുടെ വചനത്താൽ മനുഷ്യപുത്രനെ പുരോഹിതനാക്കിയെങ്കിൽ അവൻ മഹാപുരോഹിതനാണെങ്കിൽ, കർത്താവ് മഹാപുരോഹിതനാണ് അല്ലേ? ബിഷപ്പാണ്. പൗരോഹിത്യത്തിൽ ബിഷപ്പാണ്. അങ്ങനെയാണെങ്കിൽ ആ ബിഷപ്പ് ഭൂമിയിലേക്ക് ഇറക്കി വന്നപ്പോൾ ആ പൗരോഹിത്യത്തിലെ ഏറ്റവും താണപടിയാണ് എടുത്തത്. ഷമ്മാശനായി. മനസ്സിലായോ? മഹാപുരോഹിതൻ ഷമ്മാശനായി. അത് ഷമ്മാശനായ വേഷത്തിൽ മാത്രമല്ല. നമ്മളെല്ലാം ഈ വേഷത്തിൽ മാത്രമേ അഭ്യാസമുള്ളൂ. അകത്ത് ബിഷപ്പാണ്. എന്ന് പറഞ്ഞാൽ ഷമ്മാശന്റെ അകത്ത് ബിഷപ്പ് ഇരിക്കുകയാണ്. കുഴപ്പമാണ്. ട്രസ്റ്റിയുടെ അകത്ത് വികാരി ഇരിക്കുകയാണ്. വികാരിയുടെ അകത്ത് മെത്രാച്ചൻ ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വികാരിക്ക് തോന്നുക ഞാൻ മെത്രാച്ചനാണ്, മെത്രാച്ചന് തോന്നുക ഞാൻ ബാവയാണ്, ബാവയ്ക്ക് ഇനി എന്ത് തോന്നുമാവും? തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിച്ചുകളയല്ലേ. ഞാൻ പറയാം, ഓരോരുത്തരുടെ ചിന്താഗതി പറയാം, മനുഷ്യർക്കുള്ള ചിന്താഗതി പറയാം. നമ്മുടെ മെത്രാച്ചന്മാർക്കും ബാവമാർക്കും അങ്ങനെയൊന്നും ഉണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞിട്ട് വന്നത് കേട്ടോ. ഇതൊന്നും തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിച്ചുകളയരുത്. നമ്മുടെ ഉള്ളിൽ ഈ സാധനം ഇരിക്കുകയാണ്. അതാണ് എളിമ ഇല്ലായ്മ എന്ന് പറയും. അപ്പോൾ കർത്താവ് ഏറ്റവും താഴത്തെ പടിയെടുത്ത് എങ്ങനെയാണ് കാണിച്ചു തന്നത് നിങ്ങൾക്ക് പറയാമോ? ഞാൻ ഏറ്റവും താഴെയുള്ള ഷമ്മാശപ്പെട്ട വിധ നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തന്നത് അത് തന്നെ അന്ത്യത്താഴത്തിൽ അവൻ എഴുന്നേറ്റ് അരയിൽ തുവർത്തി ചുറ്റി. ഈ കുപ്പായം നൂരി, ചുവന്ന കുപ്പായം കുരിയിട്ട് തുവർത്തെടുത്ത് ചുറ്റി. ആ ചുറ്റലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ക്രോസ് പോലെ ഇടുന്നത്. അവൻ അരയിൽ തുവർത്ത് ചുറ്റിയതിൻ്റെ അടയാളമായിട്ടാണ്, ഏറ്റവും താഴത്തെ പടി വന്നതിൻ്റെ അടയാളമായിട്ട് അവൻ തുവർത്ത് ചുറ്റി ശിഷ്യന്മാരുടെ കാൽക്കൽ കുനിഞ്ഞ് ഇരുന്നു. ഇന്നേ വരെ ഭൂലോകത്തിൽ നിങ്ങൾ എന്നെ കേട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇപ്പോൾ പറയാം. ഭൂലോകത്തിൽ ഇന്നേ വരെ ഒരു ഗുരുവും ഒരു ശിഷ്യന്റെ മുമ്പിൽ കുനിഞ്ഞിരുന്നിട്ടില്ല, നമ്മുടെ കർത്താവല്ലാതെ. ഗുരു ശിഷ്യന്മാരുടെ കാൽക്കൽ കുനിഞ്ഞിരുന്നെന്ന് മാത്രമല്ല,
വെള്ളം കൊണ്ടുവന്ന് കാലെടുത്ത് കഴുകി. ഇപ്പം കാല് കഴുകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിക്കുന്നത് എന്താ, കാല് കഴുകുന്നതിന് ഇത് വലിയ കാര്യമാണോ? വലിയ കാര്യമാണ്. ആരാണ് കാൽ കഴുകുന്നത്? കാൽ കഴുകുന്നത് അടിമകളാണ്. അടിമകൾ. അന്നത്തെ കാലത്തെ അടിമകളുടെ ജോലിയായിരുന്നു കാൽ കഴുകി കൊടുക്കുക എന്നുള്ളത്. അതിന് മേളിലുള്ള ജോലിയാണ്. അടിമകളുടെ ഇടയിലും ഈ ഡ്യൂട്ടിയിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും താഴത്തെ പണിയാണ് കാല് കഴുകി കൊടുക്കുക. എത്ര അഴുക്ക് പിടിച്ച് കാല് കൊണ്ട് വന്നാലും അവന്റെ പാദം കഴുകി കൊടുക്കുക. തൊട്ട് മേളിലത്തെ ജോലിയാണ് എന്താണെന്ന് പറയാമോ? തൊട്ട് മേളിലത്തെ ജോലിയാണ് അടിമപ്പണി തന്നെ. തൊട്ട് മേളിലത്തെ ജോലി എന്താണെന്ന് അറിയാമോ? ചെരുപ്പിന്റെ വാറ് അഴിക്കുക. ഇത് അടിമകളുടെ പണികളുടെ ഡിഫറെന്റ് ലെവൽസ് ആണ്. ഇപ്പൊ യോഹന്നാൻ സ്നാപകൻ പറയുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. കർത്താവ് എന്താ ചെയ്തത്? അതിലും താഴെയുള്ള പണി ചെയ്തു. ഇപ്പൊ യോഹന്നാൻ സ്നാപകനേക്കാളിൽ താഴ്ന്നു എന്നർത്ഥം. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. നമുക്കൊന്ന് വായിച്ചാലോ? 2 കൊരിന്ത്യർ 3 ഫിലിപ്പിയർ 2:5. ഫിലിപ്പിയർ 2:5. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. തന്നെത്താൻ താഴ്ത്തി. എന്നാൽ അവൻ മഹാപുരോഹിതൻ തന്നെ അപ്പോഴും ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന നമ്മളായിട്ട് കരുതി വെച്ചിരിക്കുന്ന ചില ഭാവങ്ങളെ ഉടച്ചു കളഞ്ഞ് താഴോട്ട് വരണം. ഒരു അച്ഛന് തോന്നേണ്ടത് ഞാൻ ഷമ്മാശനാണെന്നാണ്. ഷമ്മാശന് തോന്നേണ്ടത് ഞാൻ ഐമേനിയാണെന്നാണ്. ഐമേനിക്ക് തോന്നേണ്ടത് ഞാൻ എല്ലാവരെക്കാളിലും ഏറ്റവും എളിയവനാണെന്നാണ്. ശാഠ്യത്താലോ ദുരാഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്നതിന്റെ സാരം, സ്തേഫാനോസിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വിളങ്ങുന്നത് കണ്ടു. വിളങ്ങുന്നത് കാരണം അവൻ മേശമേൽ ശുശ്രൂഷിച്ചപ്പോൾ കർത്താവിനെ സ്പർശിച്ചിരുന്നു. ഒരു പുരോഹിതൻ കർത്താവിനെ സ്പർശിക്കുന്നവനാണ്. പക്ഷേ എന്നെപ്പോലെയുള്ള പുരോഹിതന്മാരുടെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ട സമയമായി. എന്തിനാണ് കൈമുത്തുന്നത്? കൈമുത്തെന്നാണ് പറയുന്നത് അല്ലേ? വിശുദ്ധ കുർബാന കഴിഞ്ഞ് കൈമുത്തുകയാണ് ചെയ്യുന്നത്. കുരിശല്ല മുത്തേണ്ടത്. നമ്മളെല്ലാവരും ഇപ്പം കുരിശ് വയ്ക്കാറുണ്ട്. അത് നല്ലതാണ്. കാരണം പലർക്കും പല രീതിയിലുള്ള ശാരീരിക സ്പർശനങ്ങൾ ചിലപ്പോൾ പ്രശ്നമാവും. ഇന്നത്തെ കാലത്ത് ഒരുപാട് രോഗങ്ങളുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ കൈമുത്തുകയാണ് ചെയ്യുന്നത്. കൈമുത്തുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ ശരീരത്തിൽ തൊട്ട കൈ ഞാൻ മുത്തുന്നു, അതാണ്. അപ്പോൾ കുരിശാണോ മുത്തേണ്ടത്? അല്ല. പണ്ട് കാലത്ത് കൈമുത്ത് തന്നെ ആയിരുന്നു. അച്ഛന്മാർ കൈമുത്തിയായിരുന്നു വിടുന്നത്. കർത്താവിൻ്റെ ശരീരത്തിൽ സ്പർശിച്ച കൈ. അത് തോമാസ് ലീഹായെ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിച്ചപ്പോൾ ശിഷ്യന്മാർ വന്ന് അദ്ദേഹത്തിന്റെ കൈമുത്തി എന്നാണ് പറയുന്നത്. അതൊരു സഭാ പാരമ്പര്യമാണ്. എപ്പോൾ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിന് മുമ്പിൽ തോമാസ് ലീഹ അവനെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. എപ്പോൾ അവൻ്റെ വിലാപ്പുറത്ത് തൊട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ആ ശക്തി ഇങ്ങോട്ട് ഒഴുകിയിറങ്ങി. തൊട്ടിരിക്കുമ്പോൾ ദൈവിക ശക്തി വ്യാപാരം ഒഴുകിയിറങ്ങും. ശിഷ്യന്മാർക്ക് ആകെപ്പാടെ കൊതിയായിപ്പോയി.
കാരണം അവന്മാരെ ഇതുവരെ തൊടാൻ സമ്മതിച്ചിട്ടില്ല. ഈ സംശയാലുവായിരുന്നവൻ വന്നപ്പം നേട്ട അടുത്ത് വിളിച്ചെടുത്ത് തൊടിയിപ്പിക്കുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു? കർത്താവിനെ തൊടാൻ പറ്റില്ലല്ലോ, അനുവാദം കൊടുത്തിട്ടില്ല. മക്കളക്കാരും പറയാ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കി, മാറിയിക്കാൻ പറഞ്ഞു. ഇപ്പം അതിനുള്ള സമയമല്ല, അത് ഇപ്പം തൊട്ട് കഴിഞ്ഞാൽ പണിയാവും എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറിൽ നിൽക്കുകയാണ്, ഉയർത്തെഴുന്നേറ്റ പവറിൽ നിൽക്കുകയാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് സമ്പൂർണമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പവർ വേറെ ലെവലാണ്. ഒരു മനുഷ്യൻ താങ്ങില്ലത്. അതല്ലെങ്കിൽ അനുവദിക്കണം. യേശുവിനെ മരിച്ചവന്റെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന അവന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിലും ഈ ജീവൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ സാധ്യത മുഴുവൻ തന്നിട്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അവിടെ തൊടാൻ ചെന്നപ്പോൾ സമ്മതിച്ചില്ല. ബാക്കി ശിഷ്യന്മാർ നോക്കിയപ്പോൾ ദാണ്ട്ര സംശയിച്ചിരുന്നവൻ കർത്താവിനെ ചെന്ന് തൊടുന്നു. രണ്ടാരാണ്ട് പറഞ്ഞ പോലെ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. എല്ലാവരും തോമാസ് ലീഹായെ ഇങ്ങനെ കളിയാക്കിയൊക്കെ നിർത്തിയേക്കുമായിരുന്നു. ഞങ്ങളുള്ളപ്പം നീ ഇല്ലായിരുന്നു, എവിടെ പോയിരിക്കുമായിരുന്നു, ഇപ്പം വന്നപ്പം പിന്നെ കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു അല്ല, തോമാസ് ലീഹ പറഞ്ഞു കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ. ആ സ്നേഹം കൊണ്ടാണ്. എനിക്ക് കാണണം, നിങ്ങൾ കണ്ടല്ലോ എനിക്ക് കാണണം. അതാണ് സംശയത്തെക്കാളി കൂടുതൽ. നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ കണ്ടു, എനിക്കും കാണണം. ആ ആഗ്രഹത്തെയാണ് കർത്താവ് മാനിച്ചത്. ആ ആഗ്രഹത്തെ നിങ്ങൾ ദേവാലയത്തിൽ വരുമ്പോൾ സ്തേഫാനോസ് അതെ കാണണം. ആത്മാവിൽ അത് കാണാൻ പറ്റും. നിങ്ങൾ ഏത് വിശുദ്ധനെ ആത്മാവിൽ കാണുവാൻ ആഗ്രഹിക്കുന്നുവോ കർത്താവ് ആ വിശുദ്ധനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. പക്ഷെ ആരാധനയിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക. കാരണം അത് നടക്കുന്നത് അവരുടെ ഇടയിലാണ്. അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും. കാരണം ഹാബേലിന്റെ രക്തത്തെക്കാൾ വിലമതിക്കുന്ന പുണ്യാഹ രക്തത്തിനടുക്കലാണ് നിങ്ങൾ ഇരിക്കുന്നത്. എന്താണ് ഹാബേലിന്റെ രക്തവും കർത്താവിന്റെ രക്തവും തമ്മിലുള്ള വ്യത്യാസം പറയാമോ? ഹാബേലിന്റെ രക്തവും കർത്താവിന്റെ രക്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിമിലാരിറ്റി വേണേ നിങ്ങൾ പറയും, വ്യത്യാസം എന്താണെന്ന് പറയാം. എന്താണ് വ്യത്യാസം? എബ്രായലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ അടുക്കലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. രക്തം അനുഭവിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ കുരിശി തറച്ചവൻ അവന്റെ ദേഹത്ത് തെറിച്ച പോലെ ആയി പോരുത്. ഇത് ഏറ്റെടുക്കണം. അങ്ങനെ ആയിപ്പോയോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പഴയ ആള് തന്നെ, ഒരു മാറ്റവും ഇല്ല. നമ്മുടെ വിചാരം ഇതങ്ങോട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ എല്ലാം ആയി, ആധ്യാത്മികത മൊത്തമായി. ഒന്നും ആവത്തില്ല. എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റെടുക്കാതൊന്നും ആവത്തില്ല. നിങ്ങൾ പഴയ മനുഷ്യൻ തന്നെയാണോ? ഞാൻ പഴയ മനുഷ്യൻ തന്നെയാണോ? ഇന്ന് കുർബാനയില്ലേ, ഞാൻ ഇന്നിവിടെ ബലിയർപ്പിച്ചു. അപ്പോൾ എൻ്റെ ആത്മീക വിശുദ്ധി ഇന്ന് മുതൽ ഇന്നലത്തേനേക്കാളിൽ കൂടുതലാണോ, കുറഞ്ഞു പോയോ, അതോ ഇന്നലത്തെ പോലെ തന്നെ നിൽക്കുകയാണോ? ഇത് മുമ്പോട്ട് യാത്രയാണിത്, മുമ്പോട്ട് പോകണം. പാപത്തെ ജയിച്ച് മുന്നേറുവാനുള്ള ശക്തിയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്. ഇത് സ്വർഗത്തിൽ നിന്ന് ജീവന്റെ അപ്പമായി വന്നതാണ്. മോശ തന്നത് ഈ അപ്പം അല്ല. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വാക്യം ഒരു ചെറിയ, ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തത് കൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം എടുക്കാമോ? അത് വായിക്കുമ്പോഴൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എനിക്ക് കണ്ണ് പിടിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ബുദ്ധിമുട്ടുന്നത്. നിങ്ങൾ ഈ വാക്യം ഒന്ന് കണ്ടുപിടിക്കാമോ? ഈ അപ്പം നിങ്ങൾക്ക് തന്നത് മോശയല്ല എന്നെഴുതിയിരിക്കുന്ന എവിടെയാണ്? ആറാം അധ്യായത്തിൽ അല്ലേ? എത്രാം വാക്യം? 32. അത് തന്നെ. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല
നിങ്ങൾക്ക് തന്നത് എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ശരിയല്ല. നിങ്ങൾ അങ്ങനെയാണോ വായിച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത് എന്നല്ല അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ. അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ വരുന്നത് മോസസ് ഗേവ് യു നോട്ട് ദി ബ്രെഡ് ഫ്രം ഹെവൻ എന്നാണ്. അതായത് മോശ തന്നത് സ്വർഗത്തിൽ നിന്നുള്ള അപ്പമല്ല എന്നാണ്. വ്യത്യാസമുണ്ട്. അത് മനസ്സിലാവുന്നുണ്ടോ? മോശ തന്നത് സ്വർഗത്തിൽ നിന്നുള്ള അപ്പമല്ലെന്നാണ് യഥാർത്ഥ ട്രാൻസ്ലേഷൻ. ഇത് തെറ്റിപ്പോയതാണിത്. ഇവിടെ എഴുതിയിരിക്കുന്നത് മോശ അല്ല തന്നത്. അപ്പോൾ ദാതാവൻ ആരാണെന്നുള്ള വ്യത്യാസം ഇവിടെ പറയുന്നത്. അതല്ല, മോശ തന്നത് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം അല്ല, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം ഞാനാണ് എന്ന് കർത്താവ് പറയുകയാണ്. മോശ തന്നത് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം അല്ല, അതിൻ്റെ അടയാളമാണ്. പക്ഷേ സ്വർഗത്തിൽ നിന്നല്ലത്. സ്വർഗത്തിൽ നിന്ന് വന്നത് ഞാനേ ഉള്ളൂ. ഞാനാണ് ജീവന്റെ അപ്പം. എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും, ഞാൻ മൂലം ജീവിക്കും. എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്നവന് ഉള്ളിൽ ജീവനില്ല. അപ്പോൾ നമ്മളുടെ വിചാരം ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാമായി എന്നാണ്. എല്ലാമായി എന്ന് പറയുമ്പോൾ ഇതിനെ ഏറ്റെടുക്കുകയും വേണം. ഏറ്റെടുത്തെന്ന് എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് വിശുദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹം വരും. വിശുദ്ധി. അല്ലാതെ ഇത് അനുഭവിച്ചിട്ട് നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ മൂത്ത മോനോട് മിണ്ടത്തില്ല, അല്ലെങ്കിൽ അയൽക്കാരനോട് മിണ്ടത്തില്ല. പിണക്കമാണ്. വസ്തു തർക്കം, അന്യായ തർക്കം, പൊട്ടച്ചൊല്ല്, ചീത്തത്തലം, കളിവാക്ക്, ഇതിലെല്ലാം വീണ്ടും നമ്മളെ രസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണെന്നാണ്. വിശുദ്ധ കുർബാന അനുഭവം കൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. ആ പടയാളി കർത്താവിന്റെ കയ്യിൽ ആണി അടിച്ചതുപോലെയുള്ളൂ. അവന്റെ ദേഹത്തും തെറിച്ചു രക്തം, പക്ഷെ അവനൊരു മാനസാന്തരം ഉണ്ടായില്ല. കാലയിൽ അടിച്ചവന്റെ ദേഹത്തും തെറിച്ചു രക്തം, ഇടം കൈയിൽ അടിച്ചവന്റെ ദേഹത്തും തെറിച്ചു രക്തം, മുൾക്കിരീടം തലയിൽ വെച്ചു കൊടുത്തിട്ട് തലയ്ക്ക് അടിച്ചവന്റെ ദേഹത്തും തെറിച്ചു കാണും രക്തം. പക്ഷേ അവർക്കാർക്കും മാനസാന്തരം ഉണ്ടായില്ല. കുന്തം കുത്തിയവന്റെ കണ്ണിലേക്ക് രക്തം ചീറ്റിയപ്പോൾ അവൻ അത് ഏറ്റെടുത്തപ്പോൾ അവന് മാനസാന്തരം ഉണ്ടായി. കർത്താവിന്റെ മുഖം ഒപ്പിയ വെറോണിക്ക എന്ന് പറയുന്ന ആ സ്ത്രീ രക്തത്തിന് ഉണ്ടായി അനുതാപവും മാനസാന്തരവും. അപ്പൊ വിശുദ്ധ കുർബാന എന്ന സ്പർശനം മൂലം നമ്മളിൽ ഉണ്ടാവേണ്ടത് എന്താണ്? അനുതാപവും മാനസാന്തരവും, അതിന്റെ ഫലമായി വിശുദ്ധ ജീവിതവും. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണെങ്കിലും വിശുദ്ധ കുർബാനയിൽ കൂടി നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ശക്തിയുണ്ട്. എന്ത് ശക്തിയാണ്? ഈ പറഞ്ഞ ശക്തികൾ തന്നെ. അതായത് നമ്മുടെ ശരീരത്തിനില്ലാത്ത ഒരു ശക്തി ആരുടെ ശരീരത്തിനുണ്ട്? കർത്താവിന്റെ ശരീരത്തിനുണ്ട്. അതെന്ത് ശക്തികളാണ്? അതായത് ദൈവരാജ്യത്തിന്റെ നീതി നമ്മുടെ ശരീരത്തിൽ കിട്ടുവാനായിട്ട് ഈ ശരീരത്തിനില്ലാത്ത ചില കഴിവില്ലായ്മകൾ കർത്താവിന്റെ ശരീരത്തിനുണ്ട്. എന്താണ് കഴിവില്ലായ്മ? നമ്മുടെ ശരീരത്തിനില്ലാത്ത കഴിവില്ലായ്മ എന്താണ്? കർത്താവിന്റെ നീതിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെയും പരിഹസിക്കരുത്. കർത്താവിന്റെ ഒരു പ്രമാണമാണ്. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അപ്പുറത്തെ ചേച്ചി വന്നിട്ട് വേറൊരാളെ പറ്റി പരിഹാസം, അപ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ കർത്താവിന്റെ നീതിയായില്ല, നമ്മുടെ ശരീരത്തിന് ആ കഴിവ് കിട്ടിയില്ല. കർത്താവിന് ശരീരം ഭക്ഷിക്കുന്നത് ആ കഴിവ് കിട്ടാനാണ്. പിന്നെ വേറൊരു കാര്യം, കഴിവില്ലായ്മ എന്നുള്ള വാക്ക് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യം പറയാം. കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ പല സിദ്ധികളും കഴിവുകളും നമുക്ക് കിട്ടും. പക്ഷെ ഒരു കഴിവ് നഷ്ടപ്പെടും. ഏത് കഴിവാണെന്ന് പറയാമോ? ഒരു കഴിവില്ലായ്മയുണ്ട് കർത്താവിന്റെ ശരീരത്തിന്. എന്താണെന്നറിയാമോ? ഇത് കഴിയില്ല. ആ ഒരു അനുഭവത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷിച്ച് ഏറ്റെടുത്തു എന്ന് പറയാം. കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ
ഒരു കഴിവില്ലായ്മ നമുക്ക് വരും. എന്താണെന്നറിയാമോ? അതായത് പാപം ചെയ്യുവാനുള്ള കഴിവില്ലായ്മ നമുക്ക് കിട്ടും. പാപം ചെയ്യുവാൻ കഴിവില്ലാത്ത അവസ്ഥയുണ്ട്. അതാണ് ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പാപം മുന്നിലുള്ളപ്പോഴും അത് ചെയ്യുവാനുള്ള കഴിവില്ലായ്മ യോസഫിനുണ്ടായിരുന്ന കഴിവില്ലായ്മ. എല്ലാ സാഹചര്യങ്ങളും മുമ്പിലുള്ളപ്പോൾ ആരും അറിയാതിരിക്കെ ശരീരത്തിന് എല്ലാവിധ ആഹ്ലാദങ്ങളും അന്നും വീണ്ടും കിട്ടാവുന്ന രീതിയിൽ പൊത്തിഫറിന്റെ ഭാര്യ അവനെ പ്രലോഭിച്ച് അവളുടെ മുറിയിലേക്ക് ആനയിച്ചപ്പോൾ യോസഫ് പറഞ്ഞു, ഇത് ആരും കാണുന്നില്ലെന്ന് നീ വിചാരിക്കണ്ട, എൻ്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും? അപ്പോൾ പാപം ചെയ്യുവാനുള്ള കഴിവില്ലായ്മ യോസഫിന് കിട്ടി. ഈ കഴിവില്ലായ്മ കർത്താവിൻ്റെ ശരീരത്തിൽ കൂടി നമുക്ക് കിട്ടണം. എന്നിട്ട് നമ്മുടെ ശരീരത്തിനില്ലാത്ത കഴിവ് കർത്താവിൻ്റെ ശരീരത്തിന് ഉള്ളത് നമുക്ക് കിട്ടണം. എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ ശരീരത്തിനില്ലാത്ത കഴിവ്, ശ്രദ്ധിച്ചോണേ, നമ്മുടെ ശരീരത്തിനില്ലാത്ത കഴിവ് കർത്താവിൻ്റെ ശരീരത്തിനുള്ളത് നമുക്ക് കിട്ടണം. എന്നിട്ട് കർത്താവിൻ്റെ കഴിവില്ലായ്മ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതിരിക്കുവാനുള്ള ആ കഴിവില്ലായ്മ, അതും നമുക്ക് കിട്ടണം. പാമ്പാക്കുട നമസ്കാരത്തിൽ തിങ്കളാഴ്ച സന്ധ്യയിൽ ഒരു പ്രാർത്ഥന ഇപ്രകാരമുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയാണ്. പക്ഷെ അതൊന്ന് ഇരുന്നൊന്ന് 2 തവണയോ 3 തവണയോ ചിലപ്പോൾ 10 തവണയോ വായിച്ചാലേ അതങ്ങോട്ട് കയറത്തുള്ളൂ. അതിപ്രകാരമാണ്: കർത്താവേ, നിനക്കില്ലാതിരുന്നതായി ഞങ്ങൾക്കുള്ളതിൽ നിന്നും നീ എടുത്തിട്ട് ഞങ്ങൾക്കില്ലാത്തതായി നിനക്കുള്ളതിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകണമേ. എന്തുവാണ് ഇതൊക്കെ? ആർക്ക് വേണമല്ലേ ഈ പ്രാർത്ഥനയൊക്കെ? കർത്താവേ, മുട്ടുവേദന എടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. സ്തേഫാനോസാദയുടെ പ്രാർത്ഥനയാൽ എൻ്റെ മുട്ടുവേദന മാറണമെന്നായിരുന്നെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായേനെ. അപ്പോൾ സ്തേഫാനോസാദയെയും മാതാവിനെയൊക്കെ നമ്മുടെ ശാരീരിക കച്ചവട ചരക്കുകളാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. കർത്താവിനെ പോലും വിറ്റ് ചരക്കുകൾ മാത്രമാക്കി അധപ്പതിച്ചൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതിലും വേഴ്സായിട്ടുള്ള സ്പിരിച്വാലിറ്റി ഞാൻ ഇന്നലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നും കേൾക്കുവാനിടയായി. അത് ഞാൻ എന്താണെന്ന് പറയാം. അതിനുള്ള ഉത്തരവും എനിക്ക് ഇന്നലെ വൈകിട്ട് തന്നെ കിട്ടി. അതായത് ഇവരാരും കച്ചവട ചരക്കുകളല്ല. നിനക്കില്ലാതിരുന്നതായി ഞങ്ങൾക്കുള്ളതിൽ നിന്നും നീ എടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിനക്കില്ലാത്തതും ഞങ്ങൾക്കുള്ളതും എന്താണ്? പാപമാണ്. പാപം ചെയ്യാനുള്ള വാസന, അത് നീ എടുത്തു കളയണമെന്ന്. അപ്പൊ ആ പ്രാർത്ഥനയുടെ ആഴം നിങ്ങളൊന്ന് നോക്കിക്കോളൂ. കർത്താവേ, നിനക്കില്ലാതിരുന്നതായി ഞങ്ങൾക്കുള്ളതിൽ നിന്നും നീ എടുത്തിട്ട്, പിന്നെന്താണ്? ഞങ്ങൾക്കില്ലാത്തതായി നിനക്കുള്ളതിൽ നിന്നും ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങൾക്കില്ലാത്തത് എന്താ? ആ ദൈവിക രാജ്യത്തിന്റെ കർത്താവിന്റെ ആ ദൈവിക നീതി, അവനെ തന്നെ മുഴുവനായി ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. ഞാൻ ഇന്നലെ ഒരു ഭവനത്തിൽ പോയി. അവിടെ വളരെ ഭക്തനായ ഒരു മനുഷ്യൻ ദേവാലയത്തിൽ പോകുന്നുണ്ട്, ആരാധനയ്ക്ക് കൃത്യമായിട്ട് പങ്കെടുക്കുന്നുണ്ട്, വിശുദ്ധ കുർബാന കൃത്യമായി അനുഭവിക്കുന്നുണ്ട്. പള്ളിക്കാര്യങ്ങൾക്കെല്ലാം സംഭാവന ഇദ്ദേഹത്തെ പോലെ നൽകുന്ന ഒരുത്തനില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എന്നോട് പറയുകയാണ്, ഇതൊക്കെ ചുമ്മാ 2000 കൊല്ലം മുമ്പ് എഴുതി വെച്ചിരുന്ന ചില കാര്യങ്ങൾ എന്നുള്ളതല്ല ഉള്ളോ, അല്ല അതെന്തോ ഇതിനൊക്കെ അപ്പുറം ഉള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനൊരു 5 മണിയോട് അടുപ്പിച്ചാണ് ചെന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് പോകണം, ആശ്രമത്തിൽ ചെന്നാൽ സന്ധ്യാനമസ്കാരത്തിന് കൂടാമല്ലോ. ഓ, എന്നാ വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വല്ലതും പ്രാർത്ഥിക്കും, എന്താ വേണം? ഞാൻ പറഞ്ഞു, അതല്ല, നമുക്ക് അവിടെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഇതൊക്കെ ചുമ്മാ 2000 കൊല്ലം മുമ്പ് എഴുതി വെച്ച കുറേ ഈ പ്രമാണങ്ങളല്ലാതെ ഇതിനൊക്കെ അപ്പുറം എന്താണ്? ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയത് കേട്ടപ്പോൾ. ഞാൻ താമസിയാതെ പെട്ടെന്ന്
അവിടെ നിന്ന് ഇറങ്ങി വൈകിട്ട് ആശ്രമത്തിലെത്തി സന്ധ്യാനമസ്കാരമൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴും അദ്ദേഹം ഈ പറഞ്ഞതെന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സന്ധ്യയ്ക്ക് വേദപുസ്തകം വായിക്കാനിരുന്നപ്പോൾ, കർത്താവേ, ഇതെന്താ മനുഷ്യർ ഇങ്ങനെ ഈ ജീവൻ എന്താ എല്ലാവർക്കും കിട്ടാത്തത്? ഇത് ജീവന്റെ വചനമാണെന്നും ഇതിലൊരു ജീവനുണ്ടെന്നും നിന്റെ സാന്നിധ്യം അതിലുണ്ടെന്നും എന്താണ് എല്ലാവർക്കും മനസ്സിലാകാത്തത്? എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും, ആ ജീവൻ ഇത് വായിക്കുമ്പോൾ ആ ജീവൻ അനുഭവപ്പെട്ടെങ്കിൽ മാത്രമേ, കർത്തൃ സാന്നിധ്യം അനുഭവപ്പെട്ടെങ്കിൽ മാത്രമേ, കർത്തൃ സാന്നിധ്യത്തോടുകൂടി വിശുദ്ധന്മാരുടെയും മാലാഖമാരുടെയും മാതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരുന്ന് വായിക്കുന്നതായിട്ട് നമുക്കൊരു ജീവന്റെ അംശം അനുഭവപ്പെട്ടെങ്കിൽ മാത്രമേ രാവിലെയും വൈകിട്ടും ഇത് വായിക്കുവാൻ കൊതിയോടെ നമ്മൾ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിനൊന്നും താല്പര്യമൊന്നും ഉണ്ടാകത്തില്ല. ദേവാലയത്തിന് ദശാംശം കൊടുക്കുന്നുണ്ടാവാം, ഇഷ്ടംപോലെ പണം കൊടുക്കുന്നുണ്ടാവാം, ആരാധനയെ സമ്മതിക്കുന്നുണ്ടാവാം, വിശുദ്ധ ബലിയിൽ പങ്കാളികളാവുന്നുണ്ടാകാം, വിശുദ്ധ കുർബാന ദിവസവും അനുഭവിക്കുന്നുണ്ടാകാം, ചൊല്ലിക്കുന്നുണ്ടാവാം. പക്ഷെ ജീവൻ കിട്ടിയില്ല, ഒരു പ്രയോജനമില്ല. ഇത്ര ഈ കാട്ടിക്കൂട്ടതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലായിപ്പോവും. അപ്പം ജീവൻ കിട്ടണം. അപ്പോൾ ഞാനിങ്ങനെ വൈകിട്ട് വേദപുസ്തകമൊക്കെ എടുത്ത് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇന്നലെ വായിക്കുവാൻ ഞാൻ ക്രമീകരിച്ചിരുന്നത് 2 പത്രോസ് 3-ാം അധ്യായമാണ്. 2 പത്രോസ് 3-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിച്ചപ്പോൾ ഞാൻ അവിടെ സ്റ്റക്കായി. അപ്പോൾ എനിക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ മറുപടി കിട്ടി. അതിപ്രകാരമാണ്. 2 പത്രോസ് 3-ാം അധ്യായം 4-ാം വാക്യം. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. ഒന്നും കൂടെ ശ്രദ്ധിച്ച് വായിച്ചേ. പിതാക്കന്മാർ നിദ്ര കൊണ്ടതിന് ശേഷം, അതായത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് കൈമാറി തന്നിട്ടുള്ള ഈ സത്ത, ആരാധനാ സത്ത, അത് നമുക്ക് കൈമാർത്തന്ന് അവർ ഈ ലോകത്തുനിന്ന് യാത്രയായി. അതിനുശേഷം ഇപ്പോൾ നമ്മൾ പറയുകയാണ്, സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ്. ഇതൊക്കെ 2000 ആണ്ട് മുമ്പ് ചുമ്മാ എഴുതി വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളല്ലയോ? ഇതൊക്കെ ചുമ്മാ തക്സ, ആരാധന, പ്രാർത്ഥന, ഇതൊക്കെ ഇങ്ങനെ വായിച്ചു കൂട്ടി ചെയ്തു കൂട്ടിയിട്ട് എന്ത് കാര്യമാണ് എന്ന് പരിഹാസത്തോടെ പറയുന്ന, സ്വന്തം മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് പരിഹാസത്തോടെ പറയുന്ന പരിഹാസികൾ അന്ത്യകാലത്ത് ഉണ്ടാകും എന്നറിഞ്ഞുകൊള്ളുവിൽ നിന്ന് ആദ്യകാലത്ത് തന്നെ പത്രോസ്ലീഹ എഴുതി വെച്ചിട്ടുണ്ട്. അതാ പറഞ്ഞു, ഇതിനകത്ത് എല്ലാത്തിനും ഉത്തരവുണ്ട്. അപ്പം ഇത് വായിച്ചപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടി. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാവും, നമ്മൾ അതിന് ഒരുപാട് പ്രയാസപ്പെടേണ്ട. നമ്മൾ അവരോട് ജീവന്റെ വചനം പറഞ്ഞു കൊടുക്കാനും ശ്രമിച്ചു നോക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് അതിനപ്പുറത്തോട്ട് ഒന്നും ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്നുമല്ല. ഇത് കർത്താവ് ഇടപെടണം. എന്ത് കൃത്യമാണ് നോക്കിയേ. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുകയും. അദ്ദേഹം ഞാൻ ഒരുപാട് പരിഹസിച്ചു അവിടെ നിന്നിട്ട്. വേറെ പണിയൊന്നുമില്ല, അച്ഛനൊക്കെ വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ ചുമ്മാ ഒറ്റത്തടിയായിട്ട് നടക്കുക, ഉള്ള ജീവിതവും കളഞ്ഞ്. അതായത് ക്രിസ്തുവിനെ സ്പർശിക്കണം. സ്തേഫാനോസ് അതാ മേശമേൽ അവനെ സ്പർശിച്ചതുകൊണ്ട് അവൻ്റെ മുഖം സൂര്യനെ പോലെ വിളങ്ങി. കാരണം കർത്താവിൻ്റെ മുഖം പോലെ നമ്മുടെ മുഖം ആവുക എന്നുള്ളതാണ്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 3:7 വായിച്ചു. 2 കൊരിന്ത്യർ 3:7. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യമായി. എങ്ങനെയാ സ്വാതന്ത്ര്യം വരുന്നത്? ഈ കഴിവില്ലായ്മ വരുമ്പോഴാണ്. എന്ത് കഴിവില്ലായ്മ? പാപം ചെയ്യുവാനുള്ള കഴിവില്ലായ്മ വരുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രരാകുന്നത്. പാപം ചെയ്യുവാനുള്ള കഴിവില്ലായ്മ, ഒരു നൊയമ്പെടുക്കുമ്പോൾ. ഇപ്പോൾ നിങ്ങൾ
ഈ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ, ഇവിടെ സ്തേഫാനോസ് പെരുന്നാൾ കൊണ്ടാടുവാൻ പോവുകയാണ് ഈ ആഴ്ചയിൽ. നിങ്ങൾക്കൊരു കഴിവില്ലായ്മ ഉണ്ടാവണം. കഴിവ് മാത്രമല്ല, കഴിവില്ലായ്മ. എന്ത് കഴിവില്ലായ്മയാണ്? പാപം ചെയ്യുവാനുള്ള കഴിവില്ലായ്മ ഉണ്ടാകണം. അങ്ങനെ കഴിവില്ലായ്മ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രരാകുന്നത്. പാപം ചെയ്യുവാനുള്ള കഴിവുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമില്ല. 50 ദിവസം നൊയമ്പെടുത്തു. 50 ദിവസം നൊയമ്പെടുത്തു. വളരെ വിശുദ്ധമായിട്ട് തന്നെ നമ്മൾ നൊയമ്പെടുത്തു. കഴിവതും പാപങ്ങളൊന്നും ചെയ്യാതെ, വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ലൈംഗികമായോ ഒരു പാപവും ചെയ്യാതെ നമ്മൾ 50 ദിവസവും നോറ്റു. ഈസ്റ്റർ ആയപ്പോൾ 50 ദിവസം പിടിച്ചു നിന്നതിൻ്റെ പാട്. ഇനിയും വേണം എനിക്കൊന്ന് ആർമാദിക്കാൻ. എന്തിനാണ് പിന്നെ 50 ദിവസം നോമ്പെടുത്തത്? കഴിവില്ലായ്മ വന്നില്ല. എന്ത് വന്നില്ല? കഴിവില്ലായ്മ വന്നില്ല. കർത്താവ് കഴിവ് മാത്രമല്ല തരുന്നത്, കഴിവില്ലായ്മ തരും. എന്തിനുള്ള കഴിവില്ലായ്മ? പാപം ചെയ്യാതിരിക്കുവാനുള്ള കഴിവില്ലായ്മ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് സ്വതന്ത്രരായി. വൈകിട്ട് ക്ലബിൽ പോകണമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ആ കഴിവ് നഷ്ടപ്പെട്ടു. ഈസ്റ്റർ അങ്ങോട്ട് കഴിഞ്ഞ് വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് ഓടി വന്ന് ഭവനത്തിൽ വന്ന് 2 സിപ്പ് എടുത്തിട്ട് ഈസ്റ്റർ പൂർത്തീകരിക്കണമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. ആ കഴിവ് നഷ്ടപ്പെട്ടു. ക്രിസ്മസിൻ്റെ അന്ന് കരോളിറങ്ങിയിട്ട് ക്ഷീണത്തിൽ വൈകിട്ട് വന്നിട്ട് 2 സിപ്പ് അടിക്കണമെന്ന് തോന്നുന്നില്ല. കഴിവ് നഷ്ടപ്പെട്ടു. അങ്ങനെ പാപാസാക്തികൾ, എങ്ങനെയാ വാക്ക് പറയുന്നത്? എനിക്ക് ഈ ആസിഡിറ്റി വന്നേ പിന്നെ ചിലപ്പോൾ എൻ്റെ തൊണ്ടയിൽ കയറി പിടിക്കും. ഈ വാക്കറിയാൻ വേണ്ടിയിട്ടല്ല, ഭയങ്കര അസിഡിറ്റിയാണ്. ഇത് വന്നിട്ട് ശബ്ദം ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കും. ഡോക്ടർമാരൊക്കെ സുല്ല് പറഞ്ഞു, അതുപോലായി. പാപാസക്തികൾ അല്ലേ, അതല്ലേ വാക്ക്? പാപാസക്തികൾക്ക് കഴിവില്ലായ്മ. അപ്പോൾ നിങ്ങൾ സ്വതന്ത്രരായി. ഈ സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിക്കണ്ടേ? പെരുന്നാളുകൾ മാത്രം കൊണ്ടാടിയാൽ മതിയോ? സ്തേഫാനോസ് എന്താണ്? ഈ സ്വതന്ത്രരാകുമ്പോഴാണ് എല്ലാം കർത്താവെന്ന് തോന്നുന്നു. ഇപ്പോൾ 2 കൊരിന്ത്യർ 3:7 എന്താണ് പറയുന്നത്? കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം. മൂടുപടം നീങ്ങിപ്പോയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. അതാണ് സ്തേഫാനോസ് സഹദ നേടിയെടുത്തത്. സ്തേഫാനോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമോ? ആണ്ട്ര. സ്തേഫാനോസ് സഹദയുടെ പള്ളിയിലെ ആൾക്കാർക്ക് സ്തേഫാനോസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ക്രൗൺ എന്നാണ്. ക്രൗൺ, കിരീടം. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സഹോദരന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ പിതാക്കന്മാർ പ്രമേയസ്ഥാറായാൽ എഴുതി വച്ചിരിക്കുന്നത് സഹോദരന്മാരെ കിരീടമണിയിക്കുന്നവനെ എന്നാണ്. കിരീടം, അവർക്കൊരു വേറെ കിരീടമുണ്ട്. അവരുടെ തേജസ്സേ വേറെയാണ്. ഓരോരുത്തർക്കും തേജസ് വേറെയാണ് കേട്ടോ. എല്ലാവരും ഒരുപോലാണെന്ന് വിചാരിക്കണ്ട. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, മനുഷ്യന്റെ തേജസ് വേറെ, മൃഗങ്ങളുടെ തേജസ് വേറെ. സ്വർഗത്തിലും അതുപോലെയാണ്. സഹോദരന്മാരുടെ സ്ഥാനം വേറെയാണ്. കാരണം ചെറിയ പരിപാടിയൊന്നുമല്ലത്. ഈ എറിഞ്ഞു കൊല്ലുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ചുമ്മാ അങ്ങോട്ട് ഓടിപ്പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കല്ലെടുത്ത് ഇങ്ങനെ എറിയും. ആ ഏറ് കൊള്ളുന്ന ആൾ ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണോ? നിങ്ങളത് അറിയാമോ? എറിഞ്ഞു കൊല്ലുന്നത് എങ്ങനെയാണ്? യഹൂദന്മാർ എങ്ങനെയാണ് എറിഞ്ഞു കൊള്ളുന്നതെന്ന് അറിയാമോ? ആ എറിയുന്ന ആള് എറിഞ്ഞുകൊണ്ടേ ഇരിക്കും. അല്ല, കുറേ പേര് കല്ലെടുത്ത് വെച്ച് എറിയായിരിക്കും. അപ്പോൾ ഈ ഏറ് കൊള്ളുന്നവൻ എവിടെയാണ്? അവനിങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കും. അതല്ലേ നമ്മുടെ ഭൂമി മനസ്സിലുള്ള ദൃശ്യം. ഇതങ്ങനല്ല. വലിയ കിടങ്ങ് പോലുള്ള വലിയ കുഴി ഉണ്ടാക്കും. എന്നിട്ട് ഇവനെ അതിനകത്ത് പിടിച്ച് തള്ളിയിടും. എന്നിട്ട് കരയിൽ നിന്ന് നല്ല മുഴുത്ത കല്ലെടുത്ത് എറിയുകയാണ് ചെയ്യുന്നത്. നല്ല നല്ല ഇഷ്ടികയുടെ സൈസുള്ള കല്ലെടുത്ത് എറിയും. എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ആ വട്ടത്തിനകത്ത് കിടന്ന് ഓടുകയുള്ളൂ. 100 കണക്കിന് കല്ലാണ് വന്ന് വീഴുന്നത്. 100 കണക്കിന് കല്ല്. ആ സമയത്താണ് ഒരുത്തൻ നിന്ന് വിളിച്ചു പറയുന്നത്, അതെന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നേരിട്ടം കയറി.
ടച്ച് ചെയ്ത് നിന്നു. അവൻ പറയുകയാണ് കർത്താവിൻ്റെ അതേ സ്വഭാവം. എന്ത് സ്വഭാവം? ക്രിസ്തുവിൻ്റെ അതേ ഭാവം തന്നെ സ്തേഫാനോസിലുണ്ടായി. എന്ത് ഭാവം? കർത്താവേ, ഇവരോട് പൊറുക്കണമേ. കുരിശിൽ കിടന്ന് കർത്താവ് എന്ത് പറഞ്ഞോ അത് തന്നെ സ്തേഫാനോസ് ഈ കുഴിമാടത്തിൽ കിടന്ന്, അല്ല ഈ കിടങ്ങിൽ കിടന്ന് ദുഷ്ടന്മാർ അവരുടെ കല്ലുകളെടുത്ത് അവൻ്റെ ശിരസിന്മേലും പാദത്തിന്മേലും നെഞ്ചിന്മേലും അവൻ്റെ ദേഹം മുഴുവനും ആ കല്ലുകൾ പതിഞ്ഞ് വീണപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി. അവിടെ ഒരു ഭീകര കാഴ്ച കാണുന്നുണ്ട്. കർത്താവ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. വേറെ എങ്ങും പറഞ്ഞിട്ടില്ല. നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോഴും പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവനും, ആദ്യത്തെ രക്തസാക്ഷിയെ സ്വീകരിച്ചത് എഴുന്നേറ്റ് എന്നാണ്. വാടാ മോനെ, കേറി വാടാ മോനെ എന്ന് പറയത്തില്ലേ? അപ്പോൾ ആ കൃപ കൊടുത്തിട്ടേ കർത്താവ് ഇത് അനുവദിക്കത്തുള്ളൂ. അങ്ങനെയും വിചാരിച്ചോണം. അതിനുള്ളൊരു കൃപ കൊടുക്കും. ഈ കൃപ കിട്ടിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? കൃപ കിട്ടിയില്ലെങ്കിൽ ഈ ഏറ് കൊള്ളുന്നവൻ ഈ എറിയുന്നവനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിൽ കൃപയുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അയലോക്കക്കാരൻ നിന്നെ നിന്ദിക്കുമ്പോൾ നീ അവനെ മറുത്ത് അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയോ അവൻ കേൾക്കാതെ അവനെ പറ്റി അസഭ്യം വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയോ ചെയ്താൽ അതിൻ്റെ അർത്ഥം നിനക്ക് ക്രിസ്തുവിൻ്റെ ഭാവം ഇല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ കൃപ വന്നിട്ടില്ല. കുർബാനയൊക്കെ കൊണ്ടു, പക്ഷേ ടച്ചിങ് ഉണ്ടായില്ല. കഴിവില്ലായ്മ വന്നില്ല. എന്ത് വന്നില്ല? കഴിവില്ലായ്മ വന്നില്ല. ഇത് വരണം. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞാൽ കഴിവില്ലായ്മയുണ്ടെന്ന്. എന്തിൻ്റെ കഴിവില്ലായ്മ? പാപം ചെയ്യുവാനുള്ള കഴിവില്ലായ്മയുണ്ട്. മൂടുപടം നീങ്ങിപ്പോയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവനായി സ്തേഫാനോസ് അവിടെ നിന്നു. അതുകൊണ്ടാണ് ഈ 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിരിക്കുന്നത്, ന്യായാധിപ സംഘം അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം വിളങ്ങി നിന്നു, സൂര്യനെ പോലെ വിളങ്ങി നിന്നു. കാരണം മൂടുപടം നീങ്ങിപ്പോയി. ആ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവനായി മാറി. മൂടുപടം എങ്ങനെ നീങ്ങി? അവൻ മേശമേൽ ശുശ്രൂഷിച്ചപ്പോൾ അവൻ കർത്താവിനെ സ്പർശിച്ചു. നമ്മളും മേശമേൽ ശുശ്രൂഷിക്കുന്നുണ്ട്, ഞാനും ശുശ്രൂഷിക്കുന്നുണ്ട്, കർത്താവിനെ സ്പർശിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ശോഭയുണ്ടോ? തേജസ്സുണ്ടോ? കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി. അടുത്ത വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു. അപ്പോൾ ഇന്ന് കിട്ടുന്ന തേജസ് അല്ല നാളെ, ഇതിന്റെ മേളിൽ കിട്ടണം. ഇത് ചരതി വെക്കണം. എന്തുവാ ചരതി വെക്കാന്ന് പറഞ്ഞാൽ അക്യൂമുലേറ്റ് ചെയ്യണം. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. നമ്മൾ ചരതിച്ച് വെക്കുന്നത് എന്താണെന്നറിയാമോ? പാപമാണ്. അനുദപിക്കത്തില്ല, കുമ്പസാരിക്കത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ പാപത്തിന്റെ മണ്ടയ്ക്ക് നമ്മൾ അടുത്ത പാപം, നാളെയും പൊട്ടത്തരവും ചീത്തച്ചൊല്ലും കളിവാക്കും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇന്നലത്തെ പൊട്ടച്ചൊല്ലിന്റെ മുകളിൽ ഇന്നത്തെ പൊട്ടച്ചൊല്ലാവും. അങ്ങനൊരു വചനം റോമർക്കെതിരെ ലേഖനം 2-ാം അധ്യായത്തിലുണ്ട്. 2-ാം അധ്യായം 5-ാം വാക്യം. റോമർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുന്നു. അപ്പൊ നിനക്കുള്ള കാഠിന്യ മനസ്സ്, കഠിന ഹൃദയരാ നമ്മളെല്ലാവരും. കാഠിന ഹൃദയം, അലിവില്ല, ദയയില്ല, അനുകമ്പയില്ല, പശ്ചാത്താപമില്ല, മാനസാന്തരമില്ല, ഒന്നുമില്ല. പള്ളിയിലൊക്കെ വരുന്നുണ്ട്, കുർബാനയൊക്കെ കൊള്ളുന്നുണ്ട്, ദാനധർമ്മമൊക്കെ ചെയ്യുന്നുണ്ട്, പള്ളിക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുന്നുണ്ട്, സമൂഹത്തിലൊക്കെ നല്ല സോഷ്യൽ വർക്കറൊക്കെയാണ്. പക്ഷെ ഉള്ളിൽ അച്ഛനായിരിക്കുന്ന ഞാൻ ബിഷപ്പാണ്. അതാ പ്രശ്നം. അച്ഛനായിരിക്കുന്ന ഞാൻ കോർവയാണെന്ന് വിചാരിച്ചോണം. കോർവയും എന്നാലേ അനുസരണം വരത്തുള്ളൂ. അല്ലേ വരത്തില്ല. അങ്ങോട്ട് തിരിച്ചു പറയും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. കാരണം എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്, എല്ലാവർക്കും പണമുണ്ട്, പ്രതാപമുണ്ട്. ആരെയാണ് വിധേയപ്പെട്ടിരിക്കേണ്ടത്? ഒരു കാര്യമില്ല. പക്ഷേ കർത്താവ് പറയുന്നത് അതല്ല.
കഴിവില്ലായ്മ. മൂടുപടം നീങ്ങിപ്പോയി. എവിടെ പോയി? കർത്താവിനെ സ്പർശിച്ചപ്പോൾ ആ പഴയ നിയമത്തിലെ മൂടുപടം നീങ്ങിപ്പോയി. മോശയ്ക്ക് മൂടുപടം വേണ്ടി വന്നു. ഇവിടെ കർത്താവ് അടുത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കാം. അപ്പൊ ഇവിടെ ചരതിച്ച് വെക്കുന്നത് എന്താണ്? തേജസ്സിന്മേൽ തേജസ്. അത് ആർക്കേ കിട്ടത്തുള്ളൂ? കഴിവില്ലാത്തവനെ കിട്ടത്തുള്ളൂ. ഏത് കഴിവില്ലാത്തവൻ? പാപം ചെയ്യാനുള്ള കഴിവില്ലായ്മയുള്ളവന് കിട്ടുന്ന സാധനമാണ് തേജസ്. ഞങ്ങൾക്കില്ലാതിരുന്നതായി നിനക്കുള്ളതിൽ നിന്ന് നീ ഞങ്ങൾക്ക് തരണമേ. നിനക്കില്ലാതിരുന്നതായി ഞങ്ങൾക്കുള്ളതിൽ നിന്ന് നീ എടുത്ത് ഞങ്ങൾക്കില്ലാതിരുന്നതായി നിനക്കുള്ളതിൽ നിന്ന് ഞങ്ങൾക്ക് തരണമേ. അങ്ങനെയുള്ളവന്റെ ഉള്ളിലേക്ക് തേജസ് ഇടിച്ചു കയറും. അങ്ങനെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നമ്മൾ മരിക്കാറൊക്കെ ആവുമ്പോഴത്തേന് എന്തായി രൂപാന്തരപ്പെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതേ പ്രതിമയായി. ആരുടെ പ്രതിമയായി? കർത്താവിന്റെ അതേ പ്രതിമയായി. അപ്പോൾ ഇതൊക്കെ ചുമ്മാ അച്ഛൻ എവിടെ ഇരുന്ന് ഇങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ നടക്കുള്ള കാര്യം വല്ലതും പറ അച്ഛ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോടൊന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് നടക്കുന്ന കാര്യം തന്നെയാണ്. സൂര്യനെ പോലെ സ്തേഫാനോസാദായുടെ മുഖം വിളങ്ങി. ഓ, എന്ത് ജന്മങ്ങളൊക്കെയാണത്! അവരുടെയൊക്കെ മധ്യസ്ഥയിലാണ് നമ്മൾ അഭയം പ്രാപിക്കുന്നതും ഈ ദേവാലയം നിൽക്കുന്നതും. ഈ ദേവാലയത്തിലെ നിറസാന്നിധ്യമായ വലിയ കാവൽ പിതാവിന്റെ മധ്യസ്ഥത എന്തോ ഒരു അനുഗ്രഹമാണ് ദേശത്തിനും. ദേശം ഈ ദേവാലയ മുഖാന്തരം പ്രകാശിപ്പിക്കപ്പെടണം. അതിന് സ്തേഫാനോസിന്റെ വിളങ്ങിയ മുഖം നിങ്ങളിലേക്ക് വരണം, എന്നിലേക്ക് വരണം. കർത്താവിൽ നിന്ന് സ്തേഫാനോസ് സ്വീകരിച്ചു. സ്തേഫാനോസ് സഹതായിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ട് അത് ലോകത്തിന് കൊടുക്കുക. അതാണ് പെരുന്നാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിവില്ലായ്മ. റാസയ്ക്കിറങ്ങുമ്പോൾ ദേശം അനുഗ്രഹിക്കപ്പെടാനുള്ള കഴിവും, റാസയ്ക്കിറങ്ങുന്നവർ മദ്യപിച്ചിട്ട് ഇനിയും തൊട്ട് ഇറങ്ങത്തില്ല എന്നുള്ള കഴിവില്ലായ്മയും ലഭിച്ചാൽ, കിട്ടിയാൽ നിങ്ങൾ കൃപമേൽ കൃപ പ്രാപിക്കാം. ആണ് യോഹന്നാൻ ശ്രീയാൽ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്. അവന്റെ നിറവിനാൽ നിങ്ങൾ കൃപമേൽ കൃപ പ്രാപിക്കും. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം ഒരു പെരുന്നാളിന് വേണ്ടി ദൈവവചനം ശ്രവിച്ച് ഉള്ളിലാക്കി കർത്താവിൻ്റെ വചനങ്ങളെ ശ്രവിക്കുവാൻ പ്രത്യേകമായി വിളിക്കപ്പെട്ടു വന്നവരാണ്. പെരുന്നാളിന് ഒരുപാട് ആർഭാടങ്ങൾ ഇനിയുണ്ടാവും. അതെല്ലാം വേണം. ഒരു ദേശത്തിന് അനുഗ്രഹമാകുവാൻ ഈ ദേവാലയം ഈ ദേശത്തിന് വിളക്കായി ഉണ്ടെന്ന് അറിയിക്കുവാൻ അതെല്ലാം ചെയ്യണം. പക്ഷെ അതിലും പ്രധാനമാണ് ഉള്ളിൽ പ്രകാശം ഉണ്ടാകുക എന്നുള്ളത്. അവിടെ സ്തേഫാനോസാദായുടെ കർത്താവിൽ നിന്ന് അവൻ നേടിയെടുത്ത ആ ദീപ്തി നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഏന്തിക്കൊണ്ട് ലോകത്തിന് പ്രകാശമായി തീരുവാൻ കർത്താവ് പറഞ്ഞ പോലെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങളും ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വെളിച്ചം നിങ്ങളിലേക്ക് വന്ന് നിങ്ങളിൽ നിന്ന് ലോകത്തിന് പോകണം. അവന്റെ വെളിച്ചം സ്തേഫാനോസാദാ സ്വീകരിച്ചു. അവന്റെ മുഖം വെട്ടിത്തിളങ്ങി സൂര്യനെ പോലെ. അത് നിങ്ങളും സ്വീകരിച്ച് ഈ ദേശത്തിന് അനുഗ്രഹമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ദേവാലയത്തിൻ്റെ കറ്റാനം സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ പെരുന്നാളിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇതുപോലെ എനിക്ക് തോന്നുന്നു 8 നോയമ്പിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു ഇവിടെ ഒന്ന് വരുവാൻ എനിക്ക് സാധിച്ചു. പ്രിയപ്പെട്ട റോയച്ചനോടുള്ള പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കുന്നു. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ഇങ്ങനെയൊക്കെയാണ് വല്ലപ്പോഴും ഒന്ന് കണ്ടുമുട്ടുന്നത്. എല്ലാവരും ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിലും സ്നേഹബന്ധമൊക്കെ ഉണ്ടെങ്കിലും ഫിസിക്കലായിട്ട് കണ്ടുമുട്ടുന്നതിന് സാധ്യമാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതിന് പ്രത്യേകമായ ഒരു അവസരം തന്ന
അവസരം ഒരുക്കിയ പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സ്നേഹിതൻ റോയിച്ചൻ. കാരണം ഞങ്ങൾ ഈ സെമിനാരിൽ പഠിക്കുന്നവരെ ഒരു പ്രത്യേക ആത്മബന്ധമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഒരുമിച്ച് 5 വർഷം കഴിയുമ്പോൾ മറ്റ് ഹോസ്റ്റലിൽ കഴിയുന്നതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരുമിച്ച് പഠിക്കുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് ആരാധിക്കുന്നു. അപ്പോൾ ഇത് ഇത്രയും ഒരു അനുഭവം ഒരുമിച്ച് നിൽക്കുന്ന മറ്റൊരു സ്ഥലമില്ല. എന്ന് പറഞ്ഞാൽ ഒരു പഠിക്കാൻ പോകുന്ന ഹോസ്റ്റലിൽ ചിലപ്പോൾ ഇത് ഇത്രയും ഒരു ഒരുമ കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരുമിച്ചൊന്നും ആരും ആരാധിക്കത്തൊന്നുമില്ല ഇവിടെ അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. അതിൻ്റെ ഗുണമാണ് മരിക്കുന്നവരെയും ഈ സ്നേഹബന്ധം നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് പ്രിയ അച്ഛനോടും നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് പരിശുദ്ധ സ്തേഫാനോസ് സാദായുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.